തെരുവിൽ മുട്ട വിൽക്കുന്ന വ്യാപാരിയോട് ഒരു സ്ത്രീ ചോദിച്ചു, മുട്ടയുടെ വില എന്താണ്? വ്യാപാരി പറഞ്ഞു, മാഡം, ഒന്നിന് 10 രൂപ. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 12 മുട്ടകൾ വേണം, പക്ഷേ ഞാൻ 100 രൂപയെ തരൂ. സമ്മതമാണെങ്കിൽ ഞാൻ വാങ്ങാം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. വ്യാപാരി ഒരു ചെറിയ പുഞ്ചിരിയോട് പറഞ്ഞു, ശരി മാഡം, ഞാൻ നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തരാം. ഇന്നത്തെ ദിവസം ഞാൻ ഇതുവരെ ഒരു മുട്ട പോലും വിറ്റിട്ടില്ല. എന്തായാലും ഇതൊരു നല്ല തുടക്കമാകട്ടെ. ആ സ്ത്രീ വലിയൊരു ഡീൽ നടത്തിയ സന്തോഷത്തോടെ മുട്ടകളുമായി വീട്ടിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് അവർ തന്റെ ലക്ഷറി കാറിൽ സുഹൃത്തിനോടൊപ്പം ഒരു ആഡംബര റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തു. കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചു, ബാക്കി പ്ലേറ്റിൽ ഉപേക്ഷിച്ചു. അവസാനം ബില്ല് വന്നു, 1900 രൂപ. അവർ 2000 രൂപ റെസ്റ്റോറൻറ്റ് മാനേജർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി വെച്ചോളൂ എന്ന്. റെസ്റ്റോറൻറ്റ് മാനേജർക്ക് അത് വളരെ സാധാരണമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ മുട്ട വ്യാപാരിക്ക് അത് വളരെ വേദനയുള്ള നിമിഷങ്ങളായിരുന്നു. നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവരോടാണ് വിലപേശുന്നത്. അവരോട് നമ്മൾ പറയും, കുറച്ച് കുറയ്ക്കാമോ? പക്ഷേ അതേസമയം ഇതൊന്നും ആവശ്യമില്ലാത്തവരോട് നമ്മൾ വളരെ ഉദാരമായി പെരുമാറുകയും ചെയ്യും. മറ്റൊരു കഥയും കൂടി പറയാം. ഒരച്ഛൻ ദരിദ്രരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കുമായിരുന്നു. ചില സമയങ്ങളിൽ അവർ ചോദിച്ചതിലും വളരെ കൂടുതലായിരിക്കും. ഇത് കണ്ടു നിന്ന മകൾ ഒരിക്കൽ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്? അച്ഛൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇത് ചാരിറ്റി അല്ല, ഇത് മാന്യതയിൽ പൊതിഞ്ഞ ചാരിറ്റിയാണ്. ദരിദ്രരെ പരിഗണിക്കുന്നവൻ ഭാഗ്യവാനാണ്. കഷ്ടകാലത്ത് അവനെ ദൈവം രക്ഷിക്കും. കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.